ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്കമിങ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അതായത് നമ്മുടെ അജയുടെയും ഭൂമിയുടെയും വിവാഹശേഷമുള്ള ഒരു സ്റ്റോറിയാണ്. അങ്ങനെ എല്ലായിടത്തു നിന്നും പ്രഷർ കിട്ടി അജയ് അവസാനം ഭൂമിയെ എഗ്രിമെൻ്റ് പ്രകാരം വിവാഹം ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ അഞ്ജനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും ഭൂമിയെ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ആൽഫ്രഡിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കേട്ടോ അജയ് ഭൂമിയെ വിവാഹം ചെയ്യുന്നത്. ഭൂമിയെ നമുക്കറിയാവുന്ന ഒരു പെൺകുട്ടിയാണ്. അത് മാത്രമല്ല ഭൂമിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. ഭൂമിയുടെ പിന്നാലെ തന്നെ ഒരു കൊലയാളി നടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ജീവിതം സേഫ് ആകും, നിന്റെ കാര്യവും നടക്കും, വീട്ടിലെല്ലാവർക്കും ഭൂമി ഇഷ്ടമായതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എഗ്രിമെൻ്റ് വിവാഹം നടത്തുകയാണ് കേട്ടോ. അങ്ങനെ ഭൂമിക്ക് തൻ്റെ അമ്മയിനെ വെളിയിൽ കൊണ്ടുവരാനുള്ള കേസിന് ആവശ്യമായ പണം പാരിതോഷികമായിട്ട് നൽകുകയാണ് കേട്ടോ നമ്മുടെ അജയ്. അങ്ങനെ നിരവധി കേസുകളും അതുപോലെ തന്നെ നിരവധി വിചാരണകൾക്കുമൊക്കെ ശേഷം അംബിക പുറത്തിറങ്ങുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ഭൂമിയെ വിവാഹവും ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ അജയുടെ അമ്മയാണെങ്കിൽ ഭൂമിക്ക് കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽപ്പുണ്ടായിരിക്കും. ഭൂമിയുടെ ഒരു സ്നേഹവും പരിചരണവും ഒക്കെ അജയുടെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാകുകയാണ്. എങ്കിൽ അഞ്ജനനെ വിവാഹം കഴിക്കുക എന്നുള്ള മുത്തശ്ശിയുടെ വാക്ക് മാനിക്കാതെ അതിനെ എതിർത്ത് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ മുത്തശ്ശിക്കും സത്യനും അതുപോലെ അജയുടെ അച്ഛനും ഒക്കെ തന്നെ നമ്മുടെ ഭൂമിയോടും അജയോടും നീരസായിരിക്കും കേട്ടോ. ഭൂമിയോട് എന്താ ഒരു പ്രതികാര രീതിയിലും അതുപോലെ തന്നെ ഒരു സ്നേഹമില്ലാത്ത രീതിയിലുമൊക്കെ ആയിരിക്കും മുത്തശ്ശിയുടെയൊക്കെ അങ്ങോട്ടുള്ള ഇനിയുള്ള ഒരു പ്രതികരണം. അങ്ങനെ ഭൂമിയെ അടുക്കളയിൽ തന്നെ ഇട്ട് ഓരോ ജോലികൾ ചെയ്യിപ്പിക്കുക. അങ്ങനെ ഭവാനിയും കൂടെ കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭവാനിയാണ് ഇതിൻ്റെയൊക്കെ ആണിക്കല്ല്. അങ്ങനെ എല്ലാവരും ചേർന്ന് ഭൂമിയെ കഷ്ടപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ അജയുടെ അമ്മ കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ പോകുമ്പോഴായിരിക്കും നമ്മുടെ അജയും ഭൂമിയും തമ്മിൽ വലിയ അടുപ്പമൊന്നും കാണുന്നില്ലല്ലോ, ഇവർ തമ്മിൽ വലിയ സ്നേഹമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അഞ്ജന സംശയം പ്രകടിപ്പിക്കുമ്പോൾ അത് കേട്ടിട്ട് അജയ്ക്കും ഭൂമിക്കും പെട്ടെന്ന് ഒരു ഇത് തോന്നുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് അജയ് ആണെങ്കിൽ എല്ലാവരുടെ മുൻപിൽ വെച്ച് ഭൂമിയെ കെയർ ചെയ്യാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ ഭക്ഷണം വാരി കൊടുക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരുടെ മനസ്സിൽ ഇവർ യഥാർത്ഥ ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണ് എന്നുള്ളൊരു ചിന്ത വരുത്തിക്കാൻ വേണ്ടിയിട്ട് അജയ് നന്നായി കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മുടെ ഭവാനി അജയുടെ റൂമിൻ്റെ ഫ്രണ്ടിലൂടെ പോകുമ്പോഴായിരിക്കും നിലത്ത് പായ കിടക്കുന്ന കാണുന്നത്. അതിലൂടെ തന്നെ സംശയം പ്രകടിപ്പിക്കാനായിട്ട് ഭവാനി അഞ്ജനയോട് പറയുന്നുണ്ട്, ഇതിലെന്തൊക്കെയോ ദുരുദ്ദേശങ്ങളുണ്ട് മോളെ. എനിക്ക് തോന്നുന്നത് അവൻ ഭൂമിയെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതല്ല, മറ്റെന്തിനോ വേണ്ടിയിട്ടാണെന്നാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ അഞ്ജന പറയുന്നുണ്ട്, മറ്റെന്തിനു വേണ്ടിയിട്ടൊക്കെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുമോ? കഴിക്കും. ഇവൻ ചിലപ്പോൾ നിന്നെ വിവാഹം കഴിക്കാതിരിക്കാൻ വേണ്ടി ഇവളെ വിവാഹം കഴിച്ചതാണെങ്കിലോ എന്നൊക്കെ പറയാനിട്ട് ഇവൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ആൽഫ്രഡിൻ്റെ പെങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിനക്കറിയാമോ, ഞാൻ ഇന്ന് അവിടേക്ക് മേളത്തെ നിലയിൽ പോയപ്പോൾ അവരുടെ റൂമിൽ നിലത്ത് പായ കിടക്കുന്നത് കണ്ടു. വിവാഹം കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ, അങ്ങനെ മാറിക്കിടക്കുമ്പോൾ അതിലെന്തോ ഒരു ദുരൂഹതയൊക്കെ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ സംശയം പ്രകടിപ്പിക്കാനിട്ടോ. അങ്ങനെ ഇനിയും നിന്റെ ചാൻസ് നഷ്ടപ്പെട്ടിട്ടില്ല. എങ്ങനെയെങ്കിലും മുത്തശ്ശിയെ കൊണ്ടും ഇവിടെ ഉള്ളവരെ കൊണ്ടും ഭൂമിയെ പുറത്ത് ചാടിപ്പിച്ചിട്ട് നീ തന്നെ അജയുടെ ഭാര്യയായിട്ട് വരണം, അതാണ് ഈ അമ്മയുടെ ആഗ്രഹം എന്നൊക്കെ പറയണം. അതെൻ്റെ അവസാനത്തെ ആഗ്രഹമായിട്ട് ഞാൻ കൂട്ടിക്കോ എന്നൊക്കെ പറയാനിട്ടോ. അങ്ങനെ അഞ്ജനയുടെ മനസ്സിൽ പിന്നെയും വിഷം നിറച്ച് വെക്കാനിട്ടോ നമ്മുടെ ഭവാനി. അങ്ങനെ വീണ്ടും അജയുടെ ഭാര്യയാവാനുള്ള എല്ലാ പരിശ്രമവും നടത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ ഭവാനിയും അഞ്ജനയും കൂടെ ചേർന്ന്. അങ്ങനെ ഇരിക്കുകയായിരിക്കട്ടെ നമ്മുടെ സത്യനാണെങ്കിലും ഭൂമിയുടെ ചെറിയൊരു നിരസമൊക്കെ തോന്നുകയാണ്. കാരണം അഞ്ജനനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഏർപ്പാടുകളും ചെയ്ത് വിവാഹ ദിവസത്തിൻ്റെ അന്ന് ഭൂമി വിവാഹം കഴിച്ചുകൊണ്ട് വന്നതുകൊണ്ട് തന്നെ സത്യനും ഭൂമിയോട് ഒരു നിരസമൊക്കെ തോന്നുകയാണ് കേട്ടോ. അജയോട് പഴയ ഒരു സ്നേഹമോ ഒന്നും കാണില്ല കേട്ടോ. ആ ഇരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് നമ്മുടെ സത്യൻ തല കറങ്ങി വീണു. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വരണം, അർജൻറ്റാണ് എന്നൊക്കെ പറഞ്ഞ ഒരു ഫോൺ കോൾ വരികയാണ്. അങ്ങനെ എല്ലാവരും കൂടെ അലറി വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയുന്നത് കേട്ട് മുത്തശ്ശിയും അജയും എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണേ. അതായത് സത്യൻ്റെ കരൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഒരു കരൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, അല്ലെങ്കിൽ സത്യൻ്റെ ജീവന് തന്നെ ആപത്താണ് എന്നൊക്കെയുള്ള ഡോക്ടറുടെ നിർദ്ദേശം കേട്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് മുത്തശ്ശി നിലവിളിച്ച് കരയാണ്. ഒരേ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആളെ ഇപ്പോൾ എവിടെ പോയി തപ്പാനാണ്, നമ്മളിപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ മുൻപിൽ ആകെ കുറച്ച് സമയമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അജയും സങ്കടം പ്രകടിപ്പിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്തായിരിക്കും നമ്മുടെ
ഭൂമിയുടെ ബ്ലഡ് ഗ്രൂപ്പ് സത്യൻ്റെ ബ്ലഡ് ഗ്രൂപ്പും സെയിം ആണെന്ന് ഭൂമി അറിയുന്നതും അതുപോലെ തന്നെ ഭൂമി കരൾ പകുത്ത് നൽകാൻ സമ്മതം പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ്. അത് അജയോടായിരിക്കും കേട്ടോ പറയുന്നത്. അപ്പോൾ അജയ് പറയുന്നുണ്ട്, തനിക്ക് എന്താണ് വട്ടാണോ, താൻ എന്തിനാ തനിക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവൻ പകുത്ത് നൽകാൻ താൻ ഇങ്ങനെ ഇതാക്കുന്നതെന്ന് പറയുമ്പോൾ, ഞാൻ ഒരിക്കലും എനിക്ക് ആരുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾക്കല്ല ഇത് നൽകുന്നത്. ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടതാണ് സത്യൻ സാറിനെ. ആ ഒരു സ്നേഹം ഞങ്ങൾക്കിടയിലുണ്ട്. സാറിനെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നതുകൊണ്ടാണ് സത്യൻ സാർ ഞാനുമായിട്ട് അകന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ സത്യൻ സാറിൻ്റെ ആ കാണാതെ പോയ മകളെ പോലെയാണ് എന്നെ കാണുന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എനിക്കെൻ്റെ അച്ഛനെ പോലെയല്ലേ, എനിക്കെൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടു. എനിക്ക് പകരം കിട്ടിയ ഒരു അച്ഛനായിട്ടാണ് ഞാൻ സത്യൻ സാറിനെ കാണുന്നത്. ആ അച്ഛന് വേണ്ടിയിട്ട് എൻ്റെ കരൾ പകർത്തി നൽകുന്നതിൽ എനിക്ക് യാതൊരുവിധ സങ്കടവും ഇല്ല. എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളല്ലേ. ഇതിപ്പം എൻ്റെ അച്ഛൻ അച്യുതൻ മേനോനാണെങ്കിൽ ഞാൻ ഇത് തന്നെ ചെയ്യുള്ളൂ. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരേ ബ്ലഡ് ഗ്രൂപ്പുള്ള ആളെ എവിടെ പോയി കണ്ടുപിടിക്കാനാ? എൻ്റെ ആണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പും സത്യൻ സാറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പും ഒരേപോലെയല്ലേ. അപ്പം പിന്നെ അതിൻ്റെ വഴികൾ നോക്കുകയല്ലേ നല്ലത്. പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള ആരും തന്നെ ഇതറിയണ്ട. ഞാൻ ഒരു നീണ്ട യാത്ര പോയെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലേറ്റീവ്സിൻ്റെ അടുത്ത് പോയെന്നോ ഒക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും നിങ്ങൾ ഒന്ന് ഒപ്പിച്ചാൽ മതി, ഞാൻ ഇതിന് സമ്മതിക്കാം എന്നൊക്കെ പറയുമ്പോൾ ആൽഫ്രഡും പറഞ്ഞിട്ട് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഒന്നും കൂടെ ഒന്ന് തിരഞ്ഞു നോക്കാമെന്നൊക്കെ പറയാണ്. അപ്പോൾ ഭൂമി സമ്മതിക്കുന്നില്ല കേട്ടോ. ഞാൻ ഈ തീരുമാനം എടുത്തു കഴിഞ്ഞു, എന്തായാലും ഞാനിത് ചെയ്യുക തന്നെ ചെയ്യും എന്നൊക്കെ പറയാനേ. അങ്ങനെ ആൽഫ്രഡും അജയും കൂടെ സംസാരിക്കുന്നുണ്ട്. ഭൂമി എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച മട്ടിലാണ്. എന്നാൽ അവളുടെ തീരുമാനം പോലെ പോട്ടെ, എന്തായാലും ഇതുപോലൊരു പെൺകുട്ടിയെ ഞാനെങ്ങും കണ്ടിട്ടില്ലടാ. നിനക്കറിയാമല്ലോ, ഇന്നത്തെ കാലത്ത് സ്വന്തം മക്കൾ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ് ഭൂമി ചെയ്യുന്നത്. എന്തായാലും ഭൂമിയെ സമ്മതിക്കണം കേട്ടോ. ഞാൻ വല്ലതും ആണെങ്കിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ എനിക്കും എല്ലാം കിട്ടിയാൽ ഞാൻ കൊത്തിക്കൊണ്ട് പോയേനെ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് അജയ്ക്ക് ഭൂമിയുടെ ചെറിയ തോതിൽ ചെറിയ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങാൻ കേട്ടോ. അന്ന് മുതൽ ചെറിയ രീതിക്ക് ഭൂമി ഒന്ന് കെയർ ചെയ്യാനും ഒക്കെ തോന്നുകയാണ് കേട്ടോ അജയ്. അങ്ങനെ നമ്മുടെ ഭൂമിക്ക് വേണ്ടിയിട്ട് അജയും സാക്ഷ്യപത്രങ്ങളൊക്കെ ഒപ്പിട്ടിട്ട് എന്നിട്ടും എല്ലാവരോടും വീട്ടിലുള്ള എല്ലാവരും പറയുന്നുണ്ട് ഒരു ഡോണറെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അവർ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അവർക്ക് അപ്പോൾ ക്യാഷ് കൊടുക്കണമായിരിക്കുമല്ലോ എന്ന് നോക്കുമ്പോൾ അവർ അങ്ങനെ ക്യാഷ് ഒന്നും ചോദിച്ചിട്ടില്ല. അവർക്ക് ഒരു ഒരു സാമൂഹ്യ സേവനം എന്ന രീതിയിൽ ചെയ്യുകയാണെന്നൊക്കെ പറയാണ്. ഇന്നത്തെ കാലത്തുണ്ടോ ഇങ്ങനത്തെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കരൾ മാറ്റ ശസ്ത്രക്രിയയൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ സത്യനും ചോദിക്കുന്നുണ്ട്, എനിക്ക് കരളും പകർത്തി നൽകിയത് ആരാന്ന് ചോദിക്കുമ്പോൾ അത് ആരാന്നറിയില്ല, കറക്റ്റ് ഡീറ്റെയിൽസ് അറിയില്ല, അത് ആരോടും പുറത്ത് പറയേണ്ടെന്ന് ആംഗിളെ പറഞ്ഞിരിക്കുന്നത്, ഒരു പെൺകുട്ടിയാണെന്ന് മാത്രം പറയാൻ കേട്ടോ. എന്തായാലും എൻ്റെ കുട്ടിക്ക്, എൻ്റെ അഭിരാമിക്കും എൻ്റെ അതേ ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നു, അവളിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അവളെനിക്ക് പകർത്തി നൽകിയേനെ അല്ലേടാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ഇപ്പം അതേക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, എന്തായാലും നമ്മുടെ കാര്യം നടന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അജയ് സത്യനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പെൺകുട്ടിയെ കാണാൻ ഒരുപാട് സത്യൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അജയ് സമ്മതിക്കുന്നില്ല കേട്ടോ. ആ പെൺകുട്ടി പുറത്ത് പറയരുതെന്നാണ് പറഞ്ഞിരിക്കണേന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ സത്യനും ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ്. ആ സമയത്ത് ഭൂമിയെയും ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരികയാണ് കേട്ടോ. എന്നിട്ട് ഭൂമിക്ക് എല്ലാവിധ കെയറിങ്ങും നമ്മുടെ അജയ് ആയിരിക്കും നൽകുന്നത്. അപ്പം മറ്റാർക്കും അറിയില്ലല്ലോ ഭൂമിക്ക് ഈ ശസ്ത്രക്രിയ ചെയ്തതിൻ്റെ പ്രശ്നങ്ങളുണ്ടോയെന്നും അതിൻ്റെ വയ്യാഴികയാണെന്നും. അപ്പോൾ ഭൂമി മറ്റേതൊരു സ്ഥലത്ത് പോയിരിക്കുകയാണെന്ന് ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് അജയ് ഭൂമിക്ക് ഒട്ടും വയ്യ, ഭൂമിക്ക് നല്ല സുഖമില്ല, അപ്പോൾ നല്ല റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഭൂമിയെ കെയർ ചെയ്യുന്നതും സംരക്ഷിക്കുന്നതൊക്കെ കേട്ടോ. അങ്ങനെ ഭൂമിയെ സംരക്ഷിക്കുന്ന ആ ഒരു ഇതിലായിരിക്കും നമ്മുടെ അജയ് ആണെങ്കിൽ ഭൂമിയെ സ്നേഹിച്ചു തുടങ്ങുന്നത്. ഭൂമിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നു, അതുപോലെ തന്നെ ഭൂമിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അങ്ങനെയൊക്കെ അങ്ങനെ അവസാനം കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും കേട്ടോ നമ്മുടെ സത്യനാണെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് സത്യൻ്റെ ഒരു ഫ്രണ്ട് ഹോസ്പിറ്റലിലേക്ക് പുതിയ ഡോക്ടറായിട്ട് വരുമ്പോൾ പഴയ റെക്കോർഡ്സുകളൊക്കെ എടുത്ത് നോക്കാൻ പറഞ്ഞ് അങ്ങനെ റെക്കോർഡ്സുകൾ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ഭൂമിയാണ് തനിക്ക് കരൾ പകർത്തി നൽകിയത് എന്നുള്ള സത്യം മനസ്സിലാക്കുന്നതും അങ്ങനെ ഭൂമിയെ ഓടി വന്ന് വാരി പുണരുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നത്.